ഇന്നിപ്പോൾ ഒരു കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ സ്വപ്ന പദ്ധതി കമ്മീഷനിങ് നടത്തുന്ന ചടങ്ങിൽ ആ ഉദ്ഘാടന വേദിയിൽ നടന്ന പരിപാടികൾ, അതിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇതൊരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റി എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, അത് രാഷ്ട്രീയ വേദിയാക്കി എന്നുള്ളതല്ല അഭിപ്രായം. രാഷ്ട്രീയം ഇല്ലാത്ത വേദിയാക്കി മാറ്റി എന്നുള്ളതാണ്. ആ രാഷ്ട്രീയം ഇല്ലാതെ ആയിപ്പോയത് CPM-ൻ്റെ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിന് തന്നെ മുതൽക്കൂട്ടായ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഗേറ്റ് വേ എന്ന് പറയാവുന്ന കേരളത്തിൻ്റെ അഭിമാന പദ്ധതി, അത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിനെ ഇത്രമാത്രം അപമാനിച്ച ചടങ്ങ് വേറെ ഉണ്ടായിട്ടുണ്ടാവും? ഇത്രമാത്രം അപമാനിക്കാവോ? നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നതനുസരിച്ച്, അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു സർക്കാരിനല്ലേ കണ്ടത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയാൻ എന്താ ഈ സർക്കാരിൻ്റെ പേനയിൽ മഷി ഉണ്ടായിരുന്നില്ലേ? എന്താ പ്രധാനമന്ത്രി ഓഫീസിനോട് ഇത് സർക്കാരിൻ്റെ ചടങ്ങാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന പ്രസിഡന്റുമാരെ വിളിക്കുന്നെങ്കിൽ മാത്രമേ BJP-യുടെയും സംസ്ഥാന പ്രസിഡന്റ് വിളിക്കാൻ കഴിയുള്ളൂ, അതല്ലാതെ വിളിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റാത്ത ഏത് പ്രോട്ടോക്കോളാണ് ഉള്ളത്? സംസ്ഥാനത്തിൻ്റെ ചടങ്ങായിരുന്നില്ലേ? ആ സംസ്ഥാനത്തിൻ്റെ ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെയും BJP-യുടെയും ഇംഗിതത്തിനനുസരിച്ചുള്ള തുള്ളലാണ് അവിടെ നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വേദിയിൽ വന്നിട്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അത് തീർന്നിരിക്കൂ, അത് ഇല്ലാതെ ആയിരിക്കുന്നു എന്ന് അദാനിയെ കോട്ട് ചെയ്ത്, വാസവന്റെ പ്രസംഗം കോട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഒരു ഉളുപ്പ് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇടതുപക്ഷമാണോ? ഇവരെന്തായി മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അദാനിക്ക് അദാനിക്ക് പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കോൺട്രാക്ടറാണ്. ആ കോൺട്രാക്ടർ പണി തീർത്തിട്ടുണ്ട്, അതിനുള്ള പൈസ അല്ലെങ്കിൽ അതിനുള്ള കരാർ അയാളായിട്ടുണ്ട്. അതിനെ ഈ സംസ്ഥാനത്തിൻ്റെ പാർട്ട്ണറായിട്ട് വാസവൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പണ്ട് ഓർമ്മയുണ്ടല്ലോ, മുഖ്യമന്ത്രി മറ്റേ ബലൂൺ ഉയർത്തിവിട്ടത്, അദാനിയുടെ ബലൂണാണ് ഉയർത്തിവിട്ടത്. അതിനുശേഷം നരേന്ദ്രമോദി അത് ഉയർത്തി പരിഹസിക്കുകയാണ്. എവിടെ പോയി CPM-ൻ്റെ രാഷ്ട്രീയം, അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയം? അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇന്ന് CPM അല്ല ഈ സംസ്ഥാനത്തുള്ളത്, പിണറായിസ്റ്റുകൾ മാത്രമാണ്. അതാണ് സംഭവിച്ചത്. പിന്നെ നോക്കൂ, അവിടെ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പരാമർശം നടത്തുകയാണ്, ഒരു രാഷ്ട്രീയമാക്കി അതിനെ മാറ്റാണ്. ഇത്രമാത്രം ഒരു അല്പനായിട്ടുള്ളൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിപ്പോയില്ലേ? അല്പത്തരത്തിന് ഇതിനപ്പുറം വേറൊന്നുണ്ടോ? ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിട്ട്, കേരളത്തിന് അഭിമാന പദ്ധതിയായിട്ട് നടക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് അതിനകത്ത് രാഷ്ട്രീയമായ പകപോക്കൽ നടത്താൻ പാടുണ്ടോ? അതല്ലേ ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റിയോ എന്ന ചോദ്യം അവിടെയാണ് ഞാൻ ഉന്നയിച്ചത്. ശ്രീ രാജു പി നായർ, അനുജ, അത് രാഷ്ട്രീയമല്ല, അല്പത്തരമാണ്. അല്പത്തരത്തെ രാഷ്ട്രീയം എന്ന് വിളിക്കാൻ പറ്റുമോ? അതെങ്ങനെ അനുജ പറഞ്ഞത്? അല്പത്തരമാണ്. ഒരു ചടങ്ങിനകത്ത് പങ്കെടുക്കുന്ന താൻ ഏത് നിലവാരത്തിലുള്ള ആളാണെന്നും, താൻ അലങ്കരിക്കുന്ന പദവി എന്താണെന്നും, ആ ചടങ്ങ് എന്താണെന്നും, ആരുടെ ചടങ്ങാണെന്നുള്ളതും കൃത്യമായി ബോധ്യമില്ലാത്ത അല്പത്തരമല്ലേ? അല്പത്തരത്തിന് നിങ്ങൾ രാഷ്ട്രീയം എന്ന് വിളിച്ചാൽ രാഷ്ട്രീയം നോർമലൈസ് ചെയ്തു, ഈ അല്പത്തരം നോർമലൈസ് ചെയ്തു പോകില്ലേ? അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ നെറികേട് ഈ രാജ്യത്ത് വന്നിട്ട് പറയുന്ന ഈ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമല്ല അവിടെ നടന്നത്, രാഷ്ട്രീയമില്ലായ്മയാണ്. ആ ചടങ്ങിൽ നടന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള നെറികേടുകൾ. പിന്നെ പിണറായി വിജയൻ പ്രസംഗിക്കുകയാണ്. നോക്കൂ, ഒരല്പമെങ്കിലും മര്യാദ വേണ്ടേ? ഒരല്പം മര്യാദ വേണ്ടേ? അദ്ദേഹം പഠിച്ച സ്കൂളിൽ 2016 കഴിഞ്ഞിട്ട് പിന്നെ 2010 കഴിഞ്ഞ് പിന്നെ 2011 കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പഠിച്ചത് 2016 എന്നാണോ? ഉമ്മൻചാണ്ടിയുടെ ഒരു പേര് പറയാൻ പോലും അദ്ദേഹം VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞു. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് കണ്ടസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ആ VS അച്യുതാനന്ദനെ തുടങ്ങി വെച്ചതിന് ശേഷം ഈ പദ്ധതിക്ക് എല്ലാ അനുമതികളും ലഭ്യമാക്കി, ഈ പദ്ധതി യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കൗണ്ട് ഡൗൺ വെച്ച് പണി തുടങ്ങിയ ഉമ്മൻചാണ്ടിയുടെ പേര് പറയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരൽപ്പനല്ലേ ഇപ്പുറത്തുള്ളത്? രണ്ടൽപ്പന്മാർ കൂടി ചേർന്നുകൊണ്ട് ഇന്ന് ഈ രാജ്യത്തിൻ്റെയും ഈ സംസ്ഥാനത്തിൻ്റെയും അഭിമാനത്തെ കെട്ട് മേളിലേക്ക് അയച്ച ചടങ്ങല്ലേ കണ്ടത്. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വന്നിരിക്കുമ്പോൾ കരയാൻ മാത്രം റിയാസും അതപ്പതിച്ചു പോവുകയല്ലേ? ആര് പറഞ്ഞിട്ട്? ഈ അമ്മായി അച്ഛൻ പോട്ടെ, ഞാനൊക്കെ പറയാൻ ക്ഷമിക്കണം, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോട് പറയാണ്, സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടിയാണ്, അവിടെ ആരൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം, പക്ഷേ മാനദണ്ഡങ്ങളിൽ പെടാത്ത ഒരാളെ കൊണ്ടുവന്നിരുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ മുതലേക്ക് വേണ്ടതേ എന്താ? പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്താൽ, മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്താൽ എന്ത് സംഭവിക്കും? നരേന്ദ്രമോദിയുടെ ഫണ്ട് കൊണ്ടല്ലല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം രാഷ്ട്രീയമായ അടിമത്തത്തിലേക്ക് പിണറായി വിജയൻ പോയി. ഇതിനപ്പുറത്തേക്ക് വല്ല ഇതുണ്ടോ? എന്ത് സംഘപരിവാർ വിരുദ്ധ ഫൈറ്റ്,
എന്ത് സംഘപരിവാർ RSS BJP വിരുദ്ധ ഫൈറ്റാ പിണറായി വിജയൻ പറയുന്നത്? ഇത് നേരെ ആ തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനോടോ കർണാടകയിലെ സിദ്ധരാമയ്യോട് പറഞ്ഞാൽ നരേന്ദ്രമോദി അവിടെ വരുമോ? ഉദ്ഘാടനം ചെയ്യാൻ വരുമോ നരേന്ദ്രമോദി? ഇല്ല. അതാണ് പോരാട്ടം എന്ന് പറയുന്നത്. ഇത് പൊറോട്ടയാണ്. ഇവർ പണ്ട് എഴുതി വെച്ചോണ്ടല്ലോ, ഇത് പോരാട്ടമല്ല, ഇത് പൊറോട്ട തിന്നണ പരിപാടിയാണ്. അവിടെ പോയിരുന്ന് പൊറോട്ടയും പുട്ടും കടലയും തിന്നതിന്റെ ബാക്കിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം അധപ്പതിച്ച ഈ രണ്ടു പാർട്ടിയെയും രണ്ട് നേതാക്കന്മാരെയും കേരളത്തിന് മുമ്പിൽ തുറന്നു കാണിച്ച ചടങ്ങാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നത്.